കേൾക്കാമോ? കേൾക്കാം സർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആദ്യമായി ആശംസിക്കുന്നു. ഓക്കെ, നാട്ടില് ഇപ്പൊ രാവിലെയാണ്. മേ ബി കുറച്ച് പേര് കാണും ഈവനിങ് ഉള്ളവര്. ഇന്ന് നമ്മൾ രാവിലെ അവിടെ ഇപ്പൊ 5:30 കാണും. രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുന്നേറ്റത്? കാരണം സന്തോഷത്തോടാണോ, അതോ എന്തെങ്കിലും ഒരു പ്രയാസത്തോടു കൂടിയാണോ, അല്ല ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് ഭയപ്പെട്ടാണോ, അല്ല ഇന്നലത്തെ എന്തെങ്കിലും ക്യാരി ചെയ്തുകൊണ്ടാണോ, ഇന്നലത്തെ എന്തെങ്കിലും സ്ട്രെസ് നമ്മൾ ക്യാരി ചെയ്തുകൊണ്ടാണോ എഴുന്നേറ്റത്, അതോ വളരെ സന്തോഷവും സമാധാനത്തോടാണോ നമ്മൾ എഴുന്നേറ്റത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ, എങ്ങനെയാണ് നമ്മളന്ന് എഴുന്നേറ്റതെന്ന്? ഓക്കെ, ചിലവര് പല ആകാംക്ഷയോടെ രീതിയിൽ പറഞ്ഞോളൂ. എന്ത്? വളരെ ആകാംക്ഷയോടെ ഇരുന്നു. ഓക്കെ, വളരെ ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇന്നലത്തെ കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചായിരിക്കും ഇന്നെന്താകും എന്നൊക്കെ ആകുലപ്പെട്ടൊക്കെ ആയിരിക്കും നമ്മൾ എഴുന്നേറ്റത്. ഇന്ന് എൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ലെസൺ ലൈഫ് ടീച്ച് അസ് എന്നെ കുറിച്ചാണ്. ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടവരായിരിക്കാം, അല്ലെ? നമ്മളെല്ലാം ഒറ്റപ്പെടലൊക്കെ പലപ്പോഴും പല മേഖലകളിൽ സാഹചര്യങ്ങളിൽ നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ പരാജയങ്ങൾ നമ്മെ തകർക്കും. ചില വാക്കുകൾ ഹൃദയത്തെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. ചില ഓർമ്മകൾ രാത്രിയിലെ ഉറക്കം വരെ കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ ആർക്കെങ്കിലും? അല്ലെ, വാക്കുകൾ കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആയിരിക്കാം, നമ്മുടെ കുടുംബത്തിലുള്ളവരെ ആയിരിക്കാം, ഫ്രണ്ട്സിലായിരിക്കാം, ഓഫീസിൽ നിന്നായിരിക്കാം. ചില വാക്കുകളെല്ലാം നമ്മളെ ഹൃദയത്തിൽ മുറിപ്പെടുത്തി കാണും. ചിലപ്പോൾ ചില പരാജയങ്ങൾ ഇനി എന്നെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് പിന്മാറിയിട്ടുള്ള അവസ്ഥയിൽ കടന്നു പോയിട്ടുണ്ട്. പല ആൾക്കാർക്ക് ചില ബിസിനസ് നടത്തും, ചില സംരംഭമൊക്കെ അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇനി എനിക്കത് തൊടാൻ പറ്റില്ല, ഇനി പേടിയാണ്, ഇനി ഞാൻ അതൊന്നും ചെയ്യില്ല, അല്ലെ? ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ അതാണ് ചോദിച്ചത്, നമ്മൾ രാവിലെ എഴുന്നേറ്റത് എപ്രകാരമാണ്? ഞാൻ പറഞ്ഞ പോലെ ചില ഓർമ്മകൾ, ചില വാക്കുകൾ, ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന വാക്കുകളെല്ലാം നമ്മൾ ആക്ച്വലി ഒരാൾ നമ്മളെ ഒരു പ്രാവശ്യമായിരിക്കും മുറിപ്പെടുത്തിയത്, പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് എത്രയോ പ്രാവശ്യം നമ്മളെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ സ്വയം കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഒരു കാര്യം ചെയ്തത് നമ്മളെ ഫാമിലിയിൽ നോക്കുമ്പോൾ മേ ബി ഹസ്ബൻഡ് ആകാം, അല്ലെങ്കിൽ വൈഫാകാം, അല്ലെങ്കിൽ കുട്ടികളാകാം, എന്തെങ്കിലും ഒരു പ്രാവശ്യം പറഞ്ഞ വാക്കുകൾ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ച് 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 നമ്മളെ തന്നെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ നടക്കുന്ന എന്താണ്? നമ്മളെ നെഗറ്റീവ് തോട്ട്സുകൾ വന്ന് നമ്മളെ തന്നെ കൊന്നുകൊണ്ട്, സ്വയം നമ്മളെ കൊന്നുകൊണ്ടിരിക്കുക. അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പതുക്കെ പതുക്കെ ബാധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെ? ഉണ്ടോ? പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അടുക്കള ഇരിക്കാൻ നേരത്ത് എന്റെ ഹസ്ബൻഡ് ഇത് പറഞ്ഞു, അല്ലെ പിള്ളേർ ഇത് പറഞ്ഞു, അല്ലെ അവരിത് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ കറികളോ കാര്യങ്ങളോ ഒക്കെ വെക്കാൻ നേരത്തും, അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യാൻ നേരത്തും, ബ്രേക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം എന്തുകൊണ്ട് അവർ പറഞ്ഞു, എന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള മനസ്സിൽ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെയൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ ആർക്കെങ്കിലും? അല്ലെ? ഇതിനെയൊക്കെ എങ്ങനെ നമുക്ക് അതിജീവിക്കാം? അല്ലെ? നമ്മൾ നിസ്സാരമുള്ള ആൾക്കാരല്ല, നമ്മളുടെ ഉള്ളിൽ ധാരാളം കഴിവുകളുണ്ട്. പക്ഷെ ഈ കഴിവുകളും ധൈര്യവും ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ, അതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ശക്തി ശരീരത്തിലല്ല ഇരിക്കുന്നത്. എവിടെയാണെന്നറിയോ? മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി എവിടെയാണ്? എവിടെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ശക്തി? ശരീരത്തിലല്ല. എവിടെയാണ്? ബ്രെയിൻ എവിടെ? ബ്രെയിൻ ഹലോ? ബ്രെയിൻ നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ശക്തി. ഞാൻ കുറെ ഉദാഹരണം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാനാണ് ക്ലാസ് ആഗ്രഹിക്കുന്നത്. അപ്പം മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ശക്തി ശരീരത്തിലല്ല, മനസ്സിലാണ്. കാരണം മനസ്സ് തീരുമാനിച്ചാൽ തകർന്നത് പോലും നമുക്ക് തുടരാൻ പറ്റും, അല്ലെ? നമ്മുടെ ജീവിതം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്നവർക്ക് പല ഉദാഹരണങ്ങൾ, പല എക്സ്പീരിയൻസുകൾ ഉള്ളവരാണ്, അല്ലെ? ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പല എക്സ്പീരിയൻസിൽ കൂടി കടന്നു പോയത്. ചിലവരൊക്കെ ഇപ്പം നടക്കത്തില്ല എന്ന് പറഞ്ഞ, ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് തന്നെ അതിശയപ്പെട്ടു പോയിട്ടുണ്ട്. അയ്യോ, എന്നെ കൊണ്ട് പറ്റിയല്ലോ എന്നൊക്കെ, അല്ലെ? അപ്പൊ
അങ്ങനെ ഇതിനെല്ലാം എവിടെയാണ് ശക്തി? നമ്മുടെ മനസ്സിൽ ഒരു ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് പലതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കും. ഇതിനെക്കുറിച്ച് അതാ ഞാൻ പറഞ്ഞത്, മനസ്സ് തീരുമാനിച്ചാൽ തകർന്നതിനെ പോലും തുടരാൻ പറ്റും, വേദന പോലും ശക്തിയാക്കാൻ പറ്റും, പരാജയം പോലും വിജയമാക്കാൻ പറ്റും. അല്ലെ? ഞാൻ എൻ്റെ തന്നെ ഒരു ഉദാഹരണം പറയാം. ഞാൻ ആദ്യമേ നാട്ടിൽ നിന്നിട്ട് വെളിയിലേക്ക് വന്നപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയത്തില്ല. ആഹ് എങ്ങനെയാണ് ഗ്രോസറി ഒക്കെ വാങ്ങേണ്ടി എന്നൊന്നും അറിയത്തില്ല. അപ്പം നാട്ടിലെല്ലാം വീട്ടിൽ പേരൻസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വളർന്ന ഒരാള് പെട്ടെന്ന് വേറെ രാജ്യത്ത് വരുമ്പോൾ ഇതെല്ലാം തന്നെ മാനേജ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഒരു ശക്തിയോ കാര്യങ്ങളോ ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സാഹചര്യവശാല് എനിക്ക് തന്നെ അതിജീവിച്ചേ പറ്റൂ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഇവിടെ നിൽക്കണമെങ്കിൽ സ്വന്തം കാലിൽ നിന്നേ പറ്റൂ എന്നൊരു സ്ഥിതി വന്നപ്പോൾ എൻ്റെ മനസ്സിനെ ഞാൻ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു. എനിക്ക് കഴിക്കണമെങ്കിൽ ഞാൻ ഗ്രോസറി വാങ്ങണം, എനിക്ക് കഴിക്കണമെങ്കിൽ ഞാൻ കുക്ക് ചെയ്യണം, അല്ലെ? ഇങ്ങനെയൊക്കെ എനിക്ക് ജീവിക്കണമെങ്കിൽ ജോലി കണ്ടെത്തിയിരിക്കണം. ഇങ്ങനെയൊക്കെ കുറെ സ്ട്രഗിൾ ചെയ്തു. അപ്പം അത് മനസ്സ് ഞാൻ ചേഞ്ച് ചെയ്തു. എന്നെ കൊണ്ട് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എന്നെ കൊണ്ട് ഇത്രയൊക്കെ കഴിവുണ്ടായിരുന്നോ, എനിക്കിങ്ങനെ ഒരു സ്കിൽ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചത് ഒരു സാഹചര്യം വന്നപ്പോഴാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കെല്ലാവർക്കും കഴിവുകളും കാര്യങ്ങളും അതിജീവിക്കാനുള്ള ശക്തിയുണ്ട്. പലപ്പോഴും നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല എന്നാണ്. ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഞാൻ ആരാണെന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാവുന്നത്. പലപ്പോഴും നമ്മൾ എത്രത്തോളം നമ്മളെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം പലപ്പോഴും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, മറ്റുള്ളവരെയാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്, അല്ലെ? നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കും, മക്കളെ കുറിച്ച് ചിന്തിക്കും, ഭാര്യയെ കുറിച്ച് ചിന്തിക്കും, വീട്ടുകാരെ കുറിച്ച്. നമ്മൾ എപ്പോഴെങ്കിലും നമ്മളെ കുറിച്ച് ഒരു 5 മിനിറ്റ് ഞാൻ ആരാണ്, എന്താണ് എന്റെ കഴിവ്, എന്താണ് എന്റെ ബലഹീനത, എന്താണ് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കുറിച്ചാണ് 1, 2, 3 മണിക്കൂറോളം ഇങ്ങനെ എന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കുറിച്ച് ചിന്തിപ്പോഴാണ് നമുക്ക് തന്നെ നമ്മളെ കുറിച്ച് അതിശയം തോന്നും, എനിക്ക് ഇന്നയൊക്കെ കഴിയുന്നത്. ഇവിടെ ഇരിക്കുന്ന പലരും, നമ്മളൊക്കെ ഇപ്പൊ ഞാൻ ഉൾപ്പെടെ, നമ്മള് ഒരു ഏജ് കഴിഞ്ഞാണ് ഈ ഗ്രൂപ്പിലേക്ക് വന്നത്, അല്ലെ? നമ്മൾ ഇങ്ങനെ ഒരു മോർണിംഗ് സർക്കിളിൽ ടോക്ക് ചെയ്യുന്ന എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, നമ്മളൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പൊ നമുക്ക് അതിശയം, എന്റെ ഈ പ്രായത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഇങ്ങനെ ഒരു ടോക്ക് എനിക്ക് നടത്താൻ പറ്റുമെന്ന്, അല്ലെ? നമ്മളുടെ ഉള്ളിലൊരു കഴിവ് നമ്മൾ എപ്പോഴാ തിരിച്ചറിഞ്ഞ്? നമ്മൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞ തിരിച്ചറിഞ്ഞ്, അല്ലെ? ഇനിയും ഉണ്ട് നമ്മുടെ കഴിവുകൾ. നമ്മൾ മനസ്സ് വിചാരിച്ച ഇതെല്ലാം നമുക്ക് സാധിക്കും. പലപ്പോഴും നമ്മൾ മനസ്സ് വിചാരിക്കത്തില്ല. നമ്മൾ നമ്മളെ തിരിച്ചറിയാൻ മറന്നുപോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന്. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ എന്റെ ടോപ്പിക് ലെസൺസ് ലൈഫ് ടീച്ച് ആസ്. ഇതിനെക്കുറിച്ച് ഒരു കഥകൾ, ചില അനുഭവ കഥകളും ചില മോറൽ സ്റ്റോറിയും പറഞ്ഞാണ് ഞാൻ ഇന്ന് എന്റെ ക്ലാസ് എടുക്കുവാൻ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതായത് മനസ്സിനെ കുറിച്ചാണ്. മനസ്സിനെ ശക്തമാവുമ്പോൾ സകലത്തെ നമുക്ക് പ്രതിരോധിക്കാനും അതിജീവിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ എൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞ് ദ ഫാർമർ ആൻഡ് എ ഡോങ്കി. ഒരു കർഷകനും ഒരു കഴുതയെ കുറിച്ചാണ്. നമ്മൾ പലരും കേട്ട് കാണും, എങ്കിലും ഞാൻ എന്റേതായിട്ടൊരു വേർഷനിലാണ് ഞാൻ ഈ കഥ കൊണ്ടുവന്നത്. ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരനും ഒരു കഴുതയുണ്ടായിരുന്നു. അപ്പൊ ഈ കൃഷിക്കാരൻ ഈ കഴുത ഒത്തിരി സഹായിക്കും, കൃഷി ചെയ്യാനും പാടങ്ങൾ സാധനങ്ങൾ കൊണ്ടുപോകാനും എടുക്കാനും ഒക്കെ ഒത്തിരി സഹായിച്ചു. അങ്ങനെ ഈ കഴുതയുടെ സഹായം കൊണ്ട് കൃഷിക്കാരൻ നല്ലൊരു കാശൊക്കെ ഉള്ള ഒരു വ്യക്തിയായി മാറി. അങ്ങനെ കുറെ നാളായപ്പോഴത്തേന് ഇവ രണ്ടും, ഈ കഴുതയ്ക്ക് പ്രായമായി. അപ്പം ഇവ രണ്ടും കൂടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത്, കൃഷിക്കാരനും കഴുത ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കഴുത അറിയാതെ ഒരു പൊട്ടക്കിണറ്റിൽ വീണു. അപ്പം ഫാർമർ വിചാരിച്ചു, എനിവേ ഈ കഴുതയും കൊണ്ട് എനിക്ക് ഇനി ഉപയോഗമൊന്നുമില്ല, എങ്കിലും പ്രായമായി, എങ്ങനെയും കളയാൻ നോക്കിയിരുന്നപ്പോഴാണ് ഈ പൊട്ടക്കിണറ്റിൽ വീണ, എന്നാ അങ്ങ് പോട്ടെ, ഇനി എനിക്കിതിനെ ഇന്ന് എടുക്കാനൊന്നും വയ്യാന്ന് കൃഷിക്കാരൻ വിചാരിച്ചു. എനിവേ കഴുത എന്തായിരിക്കും വിചാരിച്ചത്? കഴുത അവിടുന്ന് നിലവിളിച്ചു, യജമാനനെ, എന്നെ രക്ഷിക്കണമേ എന്ന് വിളിച്ചു. പക്ഷെ കഴുത എന്തായിരിക്കും, എനിക്ക് എത്രയായാലും എൻ്റെ യജമാനൻ എന്നെ രക്ഷിക്കും, അല്ലേ? അങ്ങനെ ആയിരിക്കുമല്ലോ വിചാരിക്കുന്നേ. കാരണം ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ കാരണം പുള്ളിക്ക് കാശൊക്കെ ഉണ്ടായി, നല്ല വെൽത്തി ആയിട്ടൊക്കെ വന്നു, എനിവേ എന്നെ കളയത്തില്ല, എന്റെ കൂടെ നിർത്തുമെന്നായിരിക്കും കഴുത വിചാരിച്ച്, ആണോ അല്ലേ? അതുകൊണ്ട് ആ കുഴിയിൽ കിടന്ന് കഴുത നിലവിളിച്ചു, എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കഴുതയുടെ മേളിലേക്ക് ഇങ്ങനെ മണ്ണ് വീഴാൻ തുടങ്ങി. അപ്പൊ കൃഷിക്കാരൻ എന്ത് വിചാരിച്ചു,
ഈ കഴുത ഇനി ഉപയോഗമൊന്നുമില്ല, വീണത് പോയി, ഈ കുഴി അങ്ങ് മൂടാം, കഴുതയെ വെച്ച് അങ്ങ് മൂടാന്ന് വെച്ചാൽ അദ്ദേഹം അടുത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് അദ്ദേഹം ഷവൽ ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ മണ്ണ് മൂടിയിടാൻ തുടങ്ങി. അപ്പോഴത്തേന് കഴുതയ്ക്ക് മനസ്സിലായി, എന്ത്, ഞാൻ ഇനി നിലവിളിച്ചിട്ട് കാര്യമില്ല, ഇനി എന്നെ രക്ഷിക്കണമെങ്കിൽ വേറെ ആരുമില്ല, എന്നെ രക്ഷിക്കണമെങ്കിൽ ഞാൻ തന്നെ വിചാരിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പൊ കഴുത എന്ത് ചെയ്തു, ചുറ്റുമൊക്കെ നോക്കി, അല്ലെ, ഇനി യജമാനെ എന്നെ രക്ഷിക്കൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ എന്നെ രക്ഷപ്പെടുത്തിയാലേ പറ്റൂ എന്ന് വിചാരിച്ച് വന്ന ദേഹത്ത് വീണ മണ്ണിനെയെല്ലാം അതെന്ത് ചെയ്തു, അത് കുടഞ്ഞു, ഇങ്ങനെ ഷേക്ക് ചെയ്ത് മണ്ണിൽ ചവിട്ടി 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 അത് മേളിൽ കയറി. മനസ്സിലായോ കഥ? അല്ലെ, അതിന്റെ പുറത്ത് വീഴുന്ന മണ്ണിനെ അത് ദേഹത്ത് വീണപ്പോ അത് കുടഞ്ഞു കുടഞ്ഞ് മണ്ണ് പൊങ്ങും തോറും അതിന്റെ മുകളിൽ കയറി അത് രക്ഷപ്പെട്ടു. മനസ്സിലായോ? ഞാൻ ഇനി വിശദീകരിക്കണം, മനസ്സിലായോ കഥ? മനസ്സിലായി സർ. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് നമ്മൾ അവിടെ വീണ്. കഴുത ഇപ്പം നിലവിളിച്ചു, ഓക്കെ, യജമാനൻ രക്ഷിക്കുമെന്ന് വിചാരിച്ചു, രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ കഴുത സൊല്യൂഷൻ കാണാൻ തുടങ്ങി, അല്ലെ. എല്ലാ പ്രശ്നങ്ങളുടെയും അടുത്ത് ഒരു സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു എന്നതിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ പ്രശ്നത്തെയാണ് നോക്കുന്നത്, സൊല്യൂഷനെ അല്ല. ഈ കഴുത അവിടെ പ്രശ്നത്തെ നോക്കി വറി ചെയ്തിരുന്നുവെങ്കിൽ കഴുത അവിടെ മൂടപ്പെട്ടേനെ, അല്ലെ. അയ്യോ, എന്റെ യജമാനെ ഞാൻ സഹായിച്ചു, ഇത്രയും നാളായിട്ട് എന്നെ മനസ്സിലാക്കിയില്ലേ, എന്താണ് ഇങ്ങനെ ചെയ്തത്, ഞാൻ എത്രയോ നാള് കഷ്ടപ്പെട്ട് പുള്ളിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്ന് വിഷമിച്ച് അവിടെ ഇരുന്നെങ്കിൽ കഴുത ആ മണ്ണിന്റെ അടിയിലേക്ക് തന്നെ പോയേനെ. പക്ഷെ കഴുത എന്ത് ചെയ്തു, പ്രശ്നങ്ങളെ അതിജീവിക്കാൻ തുടങ്ങി. പ്രോബ്ലത്തെ നോക്കാതെ, യജമാനൻ ചെയ്തതിനെ നോക്കാതെ എനിക്കെങ്ങനെ രക്ഷപ്പെടണം എന്നൊരു മനസ്സാണ്. അപ്പൊ മനസ്സ് ചേഞ്ച് ചെയ്തപ്പോൾ സൊല്യൂഷൻ കണ്ടെത്തി. പ്രശ്നത്തെ എന്ത് ചെയ്തു, ഒരു സൊല്യൂഷൻ ആക്കി, ആ ഒരു പടിയാക്കി മാറ്റി എന്ത് ചെയ്തു, കഴുത വരുന്ന പ്രശ്നത്തെ അതൊരു ചവിട്ടുപടിയായി അത് രക്ഷപ്പെടുകയും ചെയ്തു, അല്ലെ. നമ്മൾ നോക്കിയാൽ നമ്മൾ പലപ്പോഴും എന്താണ്, പ്രശ്നത്തിൽ അകപ്പെട്ടു പോവുകയാണ്. അത് അവര് ചെയ്തല്ലോ, അവരിത് പറഞ്ഞല്ലോ, എന്നോട് കാണിച്ചല്ലോ, ഇങ്ങനെ ചിന്തിച്ച് നമ്മളെ തന്നെ ഒരു നെഗറ്റീവ് ആക്കി നമ്മൾ മണ്ണിലടിയിലേക്ക് പോവുകയാണ്. എല്ലാ പ്രശ്നങ്ങളുടെയും അടുത്തൊരു സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ കാണാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവുന്നത്. ഒരു 3 സിമ്പിൾ റൂൾസ് ആണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഫ്രീ യുവർ ഹാർട്ട് ഫ്രം ഹേറ്റ്രഡ്, ഫ്രീ യുവർ മൈൻഡ് ഫ്രം worries, live simply and appreciate what you have. അല്ലെ, നമുക്ക് എന്താണുള്ളത് എന്നതിനെ ചിന്തിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ പ്രശ്നത്തെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് അതിജീവിക്കാനായിട്ട് പറ്റും. ഈ കഴുത മണ്ണ് ഒരു പ്രശ്നമായിരുന്നു, അതിനെ ഒരു ചവിട്ടുപടിയായി കണ്ടുകൊണ്ട് അത് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഇപ്പം നമുക്കൊരു സൈക്കോളജി ഒരു പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങളാണ്? മേ ബി വിമർശനം, ബ്ലെയിമിങ്, somebody blame to us or criticize or failure, അല്ലെ, പരാജയം, നിരാശ, തള്ളിപ്പറയൽ, കുറ്റപ്പെടുത്തലുകൾ, ഫാമിലിന്ന് ചുറ്റുപാടുള്ള ഇതെല്ലാം ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ പ്രോബ്ലം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തളർന്നു പോകും. ഇതിനെയൊക്കെ നമുക്ക് അതിജീവിക്കണം. ഈ കഴുത ചെയ്തൊരു ഷേക്ക് ഇറ്റ് ഓഫ് ആൻഡ് ടേക്ക് എ സ്റ്റെപ്പ് അപ്പ്, ഷേക്ക് ഇറ്റ് ഓഫ് ആൻഡ് ടേക്ക് എ സ്റ്റെപ്പ് അപ്പ്. ഇതിനെയെല്ലാം തോളത്ത് വീഴുന്ന എല്ലാത്തിനെ കുലുക്കി എടുത്ത് കളയുക, എന്നിട്ട് അതേ ചവിട്ടിക്കൊണ്ട് വിജയിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഈച്ച് ഓഫ് അവർ ട്രബിൾ ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ഈ കഴുത നമ്മളെ പഠിപ്പിച്ച ഒരു പാഠമാണ്. ഓരോ ട്രബിളും, ഈച്ച് ഓഫ് ട്രബിൾ ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ, ഓരോ ചവിട്ടുപടികളാണെന്നാണ് ഈ കഥയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി, ഈ കഥ എന്താണ് എന്നോട് സംസാരിക്കുന്നത്? എന്റെ പരാജയത്തിൽ, ആ പരാജയത്തെ ചവിട്ടിക്കൊണ്ട് ഞാനൊരു വിജയത്തിൽ എത്തിക്കാനായിട്ട് എന്തെങ്കിലും ഒരു അനുഭവം സാധിച്ചിട്ടുണ്ടോ? അല്ലെ, ഉദാഹരണം, നമ്മള് വീട്ടില് ചെറിയൊരു ഉദാഹരണം പറഞ്ഞ ബേക്ക് ചെയ്ത് ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു, ഓക്കെ, ഡോണ്ട് വറി, നമ്മൾ ട്രൈ അഗെയിൻ, ഡോണ്ട് ഗീവ് അപ്പ്, ട്രൈ അഗെയിൻ ആൻഡ് ട്രൈ, നമുക്ക് അത് സക്സസിലേക്ക് എത്തിക്കാൻ പറ്റും. നമ്മളെ കൊണ്ട് പറ്റാത്തതൊന്നുമില്ല, നമ്മൾ ശ്രമിക്കുമ്പോഴും നമുക്ക് സാധിക്കും, അല്ലെ. നമ്മുടെ സമൂഹം, നമ്മുടെ ലോകവും കാണിച്ചു തരുന്ന പല കാര്യങ്ങളും, പല ഉദാഹരണങ്ങളുണ്ട്. പല ഫേമസ് ആയിട്ട് ആൾക്കാരൊക്കെ
എല്ലാവരെയും നമുക്ക് ഫ്രണ്ട് സീനെ നമുക്ക് ബിഹൈൻഡ് ദ സ്ക്രീൻ അവർ എത്രമാത്രം സ്ട്രഗിൾ ചെയ്യുന്നു നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആ സ്ട്രഗിളിൽ കൂടിയാണ്, ആ ഫൈറ്റ് ചെയ്തതിൽ കൂടിയാണ് അവർ വിജയത്തിലേക്ക് എത്തിയത്. അടുത്ത ഒരു കഥയാണ് എനിക്ക് പറയാനുള്ളത്. ടെറി ഫോക്സ്. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, ടെറി ഫോക്സ്. അതായത് 18ാമത്തെ വയസ്സിൽ ആ വ്യക്തി ക്യാൻസറായി. കാനഡയിലുള്ള ഒരാളാണ് ടെറി ഫോക്സ്. 18ാമത്തെ വയസ്സിൽ ക്യാൻസറായി. പുള്ളിയുടെ ഒരു കാൽ മുറിച്ചു, നഷ്ടപ്പെട്ടു. അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായി, ഞാൻ അനുഭവിക്കുന്ന അതേ വേദന അനേകം കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെ അനേകം യുവാക്കൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ പുള്ളി എന്ത് വിചാരിച്ചു, ഒരു ആർട്ടിഫിഷ്യൽ കാൽ ഉപയോഗിച്ചുകൊണ്ട് അക്രോസ് ദ കാനഡ മുഴുവനും ഇങ്ങനെ നടക്കാനായിട്ട് ശ്രമിച്ചു. ഫണ്ട് റേസിംഗ് ഉണ്ടാക്കി. അതായത് ആ ഫണ്ട് റേസിംഗ് കൊണ്ട് ഇങ്ങനെ അനുഭവിക്കുന്ന ക്യാൻസറായി കുട്ടികൾ അനുഭവിക്കുന്ന ഫൗണ്ടേഷന് പൈസ കൊടുക്കാൻ വേണ്ടി പുള്ളി ചെയ്തു, അല്ലെ. അപ്പം ആ ഒരു യാത്രയാണ് പുള്ളി കാനഡ മുഴുവൻ ഓടാനായിട്ട് തുടങ്ങി. ആ യാത്രയുടെ പേരാണ് മാരത്തോൺ ഓഫ് ഹോപ്പ് എന്ന് പറയുന്നത്. ഇന്നും അദ്ദേഹം പിന്നെ ശാരീരിക അസ്വസ്ഥത മൂർച്ഛിച്ചു, മരണപ്പെട്ടെങ്കിലും ഇന്നും പലരുടെയും മനസ്സിൽ ഇന്നും ആ ഓട്ടം തുടങ്ങുന്നു. ആൾക്കാർ ആ ഓർമ്മയിൽ ആൾക്കാർ ഇന്നും ഓടുന്നുണ്ട്. ഇന്നും പലരുടെയും മനസ്സിൽ അദ്ദേഹം ജീവിക്കുന്നു. ഇവിടെ സ്കൂളുകളിലൊക്കെ ടെറി ഫോക്സിന്റെ റിമംബറൻസ് ആഘോഷിക്കുന്നുണ്ട്, അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികളും മുതിർന്നവരും എല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഒരു ബലഹീനത നോക്കി ഇനിയെല്ലാം കഴിഞ്ഞു, തീർന്നു, ഇനി എന്നെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് പറയുന്നിടത്താണ് നമുക്കൊരു പുതിയ ജീവൻ ഉണ്ടാവുന്നത്. എങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നു, എങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റിയെടുക്കുന്നു എന്നതിൽ കൂടിയാണ്, അല്ലെ. ഈ ടെറി ഫോക്സ് ഈ കഥയിൽ കൂടി നമുക്ക് കൂടുതലായി ഇതിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയും. കൂടുതലായി വായിക്കുമ്പോൾ ഭയങ്കര വേദന, ഈ ചൂടും മഴയത്തും എല്ലാമാണ്, നിസ്സാരമല്ല, ചൂടും മഴയത്തും എല്ലാമാണ്. സ്നോ ഒക്കെ ഉള്ള സമയങ്ങളിലാണ് പുള്ളി ഇങ്ങനെ ഓടുന്നത്. എന്തുകൊണ്ട്? പുള്ളിക്ക് വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ? അല്ലെ, ലക്ഷ്യമാണ്. എന്റെ വേദന അനുഭവം അനേകം ആൾക്കാരാണ്, അവരെ രക്ഷിക്കണം എന്നുള്ള ഒരു മനോഭാവമാണ് പുള്ളിയുടെ മനസ്സിന് സ്ട്രെങ്ത് കൊടുത്തത്, അല്ലെ. ഈ ആർട്ടിഫിഷ്യൽ കാലൊക്കെ വെക്കാൻ നേരത്ത്, നടക്കാൻ നേരത്ത്, ഓടാൻ നേരത്ത് ഭയങ്കര പെയിനാ. പക്ഷെ എവിടെയാണ് ഫോക്കസ് ചെയ്തത്? പെയിനിലേക്കല്ല ഫോക്കസ് ചെയ്തത്, ഗോളിലേക്കാണ് ഫോക്കസ് ചെയ്തത്, അല്ലെ. നമുക്ക് ഈ പറഞ്ഞ നമുക്ക് കാണാം, നമ്മൾ രാവിലെ എഴുന്നേറ്റു, നമുക്ക് കാണാം, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാം, അല്ലെ. എങ്കിലും നമ്മൾ പലപ്പോഴും നമ്മളെ തിരിച്ചറിയാതാണ് ജീവിക്കുന്നത്. ഞാൻ ആരാണ്, എന്താണ്, എന്റെ മനസ്സിന്റെ ശക്തി എന്താണ്, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കും, ഇതൊന്നും തിരിച്ചറിയാത്തൊരു ലോകത്താണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെയാണ് നോക്കുന്നത്, അല്ലെ. അപ്പം ഇവിടെ ഈ കഥയിൽ കൂടി പറയുന്ന ശാരീരിക പരിമിതികളെല്ലാം മറന്നുകൊണ്ട് മനസ്സിന് ശക്തി കൊടുത്തുകൊണ്ട് പർപ്പസ് ഫോക്സ് അത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. അദ്ദേഹം ഒരു വഴി കാണിച്ചു, ഇന്നും അനേകം ആൾക്കാർ ആ വഴി ഫോളോ ചെയ്തു പോകുന്നു. ഇതാണ് ടെറി ഫോക്സിന്റെ കഥ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കഥ നമ്മുടെ ജീവിതത്തിൽ നോക്കി, ഈ ടെറി ഫോക്സ് കാണിച്ച നമ്മുടെ ജീവിതത്തിലെ പോരാട്ടങ്ങള് നമ്മൾ എങ്ങനെ പോരാടി, നമ്മൾ പോരാടിയോ പിന്മാറിയോ, നമ്മുടെ സ്ട്രഗിളിൽ നമ്മൾ പിന്മാറിയോ അതോ വിജയിക്കാൻ നമ്മൾ എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. ഇനി അടുത്തൊരു കഥയാണ് രണ്ട് പാത്രങ്ങളുടെ കഥ. ഒരു ഗ്രാമത്തിൽ ഒരു വെള്ളം കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് രണ്ട് പാത്രങ്ങളുണ്ട്. ഒരു പാത്രം പൂർണ്ണതയുള്ള പാത്രവും ഒരു പാത്രത്തിന് ചെറിയ വിള്ളലുണ്ട്. അപ്പൊ എന്നും ഇദ്ദേഹം വെള്ളം കൊണ്ട് ഇങ്ങനെ തന്റെ വേറൊരു ഗ്രാമത്തിൽ പോയി വെള്ളം കൊണ്ട് തന്റെ ഗ്രാമത്തിലേക്ക് വരും. അപ്പം പൂർണ്ണതയുള്ള പാത്രം കണ്ടുകൊണ്ട് ഈ വിള്ളലുള്ള പാത്രത്തിന് ഭയങ്കര വിഷമമായി. അയ്യോ, എന്നെയും കൊണ്ട് ഞാൻ എപ്പോഴും, എനിക്ക് ഒരു പൂർണ്ണതയില്ലല്ലോ, എനിക്ക് കുറെ കുറവുകളുണ്ടല്ലോ. അങ്ങനെ അദ്ദേഹം ഈ വിള്ളലുള്ള പാത്രം ആ യജമാനോട് പരാതി പറയാൻ നോക്കി. എനിക്കൊരു പൂർണ്ണതയില്ല, എല്ലാവർക്കും ആ പൂർണ്ണതയുള്ള ഇഷ്ടം, അതിനായിട്ട് എല്ലാ വെള്ളവും കൊള്ളും, അത് നിങ്ങൾക്കും സന്തോഷമാണ്, എന്നെ എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, എനിക്ക് വിള്ളലുണ്ടല്ലോ, പകുതി വെള്ളം മാത്രമേ എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ വ്യക്തി പറഞ്ഞു, യജമാൻ പറഞ്ഞു, നീ ഇങ്ങനെ വരുമ്പോൾ നീ പിന്നോട്ടൊന്ന് പുറകോട്ടൊന്ന് നോക്കിയേ, എത്ര മനോഹരമായ പൂക്കളും ചെടികളും ഒക്കെ വളർന്ന് അവിടെ ഇരിക്കുന്നു. ഇതെല്ലാം വളർന്നത് നിന്നിൽ നിന്ന് ഒഴുകുന്ന വെള്ളം കൊണ്ടാണ്.
അല്ലെ? ഞാനിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ വിള്ളലിൽ, ചെറിയ വിള്ളലിൽ കൂടി ഇറ്റിറ്റ് വീഴുന്ന വെള്ളത്തിൽ കൂടിയാണ് ആ പൂക്കളും ആ ചെടികളും വളർന്നത്. എന്ത് സന്തോഷമാണ്! ഇതാണ് ഈ കഥ എന്തുവാ നമ്മളോട് പറയുന്നത്? നമ്മൾ പലപ്പോഴും നമ്മുടെ കുറവുകളെ കൊണ്ട് നോക്കിയിരുന്നാല് നമുക്ക് എങ്ങും എത്താനായിട്ട് സാധിക്കും. നമ്മുടെ കുറവുകൾ ഒരു ശക്തിയായി നമ്മൾ ഉപയോഗിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു, ഇപ്പൊ മുൻപ് പറഞ്ഞ ടെറി ഫോക്സിന്റെ ബലഹീനത, ശാരീരിക പരിമിതികൾ, ആ പരിമിതിയിൽ നിന്ന് നിൽക്കാതെ അതിനെ അതിജീവിക്കാനായിട്ട് എനിക്കും എന്തെങ്കിലും ചെയ്യാൻ ഈ ലോകത്തുണ്ട് എന്നുള്ളൊരു ചിന്താഗതിയാണ്. നമ്മുടെ കുറവുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കും, അല്ലേ? നമ്മൾ ഇപ്പൊ ഞാൻ ഇന്നൊരു ക്ലയന്റിനെ കണ്ടു. എനിക്ക് വളരെ വിഷമം തോന്നിയൊരാണ്. പുള്ളി ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. പുള്ളി എന്നോട് പറഞ്ഞത്, പുള്ളിയുടെ കണ്ണിന് ഒരു ആക്സിഡന്റ് പറ്റി, ഈ എന്തോ ഒരു ഭാരമുള്ള ഒരു മെറ്റൽ വന്ന് തലയിടിച്ചു. അങ്ങ് ആ കള്ള് വന്ന് കണ്ണിലേക്ക് ഇറങ്ങി. കണ്ണ് പൂർണ്ണമായി ഒരു സൈഡ് മൊത്തം ബ്ലൈൻഡ് ആണ്. പുള്ളിക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ. ആ ഒരു ബലഹീന വെച്ചുകൊണ്ട് പുള്ളി 10 വർഷം ഒരു അപ്പാർട്ട്മെന്റിൽ തന്നെ, വെളിയിലൊന്നും പോകത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നൊരു പേടി. പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ വാഷ്റൂമിൽ പോകുമ്പോൾ പോലും ലൈറ്റ് ഇടാറില്ല. കാരണം എന്നെ കാണുമ്പോൾ, എനിക്ക് വാഷ്റൂമിൽ പോയാൽ ലൈറ്റ് ഇട്ട എന്നെ കാണുമല്ലോ, അവിടെ മിററുണ്ട്. അപ്പൊ അതുപോലും അവോയ്ഡ് ചെയ്യാൻ മൊത്തത്തിൽ പുള്ളി എന്ത് ചെയ്യും? ഇരുട്ടത്താണ് ജീവിക്കുന്നത്. 10 വർഷമായി ഒരേ അപ്പാർട്ട്മെന്റിൽ, അങ്ങനെയൊന്നും വെളിയിൽ പോകത്തില്ല. എങ്ങനെയോ ആരോ പറഞ്ഞ് എടുത്താണ് ഞങ്ങളുടെ ക്ലിനിക്കിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ബലഹീനതയെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കും. ബലഹീനത ഒരു ഓപ്പർച്യൂണിറ്റിയായി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ ആ ബലഹീനത അല്ലെങ്കിൽ ഡിസബിലിറ്റി വെച്ചുകൊണ്ട് പരിമിതികൾക്ക് അപ്പുറമായി ശക്തി ആർജിച്ച് പല കാര്യങ്ങൾ ഈ സമൂഹത്തിലും ഈ ലോകത്തിലും ചെയ്തത്. അതിലൊരു ഉദാഹരണമാണ് ടെറി ഫോക്സ് ഞാൻ പറഞ്ഞത്. നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ബലഹീനത എന്താണ്, അല്ലെ? ഇവർക്ക് ശാരീരികമായ ബലഹീനത ഉണ്ടെങ്കിൽ നമ്മുടെ ബലഹീനത എവിടെയായിരിക്കുന്നത്? ശരീരത്തിലാണോ മനസ്സിലാണോ? നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ബലഹീനതകൾ മനസ്സിലാണോ അതോ ശരീരത്താണോ നമ്മുടെ ബലഹീനതകൾ ഇരിക്കുന്നത്? നമുക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന് നമ്മൾ ഞാൻ ഇവിടെ നിർത്തുവാണ്. ഞാൻ വളരെ ചെറിയ 3 കഥകളാണ് നിങ്ങളോട് പറഞ്ഞത്. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഈ കഥകളിൽ കൂടി നമ്മളെ എന്താണ് പഠിപ്പിച്ചത്? നമ്മുടെ മനസ്സിന്റെ ശക്തി. എല്ലാവരും ഒരു മാനസികമായ ഒരു ശക്തിയുണ്ട്. പലപ്പോഴും ശാരീരികമായ ആരോഗ്യം നമ്മൾ മെച്ചപ്പെടുത്താനൊക്കെ പോകും. നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ മനസ്സിന്റെ ആരോഗ്യം നമ്മൾ എങ്ങനെയാ മെച്ചപ്പെടുത്തേണ്ടതെന്ന്? മനസ്സിന്റെ ആരോഗ്യമാണ് പ്രാധാന്യം. മനസ്സിന് ആരോഗ്യമുണ്ടെങ്കിൽ പലതിനെയും നമുക്ക് അതിജീവിക്കുവാനും വിജയിക്കുവാനുമായിട്ട് സാധിക്കും, അല്ലെ? ഇന്ന് ഞാൻ ഒന്നാമതാണ് ആ പൊട്ടക്കിണറ്റിലെ മണ്ണ് പടിയായി മാറ്റി ആ കഴുത, അല്ല, വേദനയെ ലക്ഷ്യമാക്കി മാറ്റി, കുറവിനെ കഴിവാക്കി മാറ്റി വിജയിച്ചു. നമുക്ക് നമ്മളെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാം. എന്റെ ബലഹീനത എവിടെയാണ്? എന്റെ ബലഹീനതയെ എങ്ങനെ എനിക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും? എന്റെ ജീവിതത്തിൽ ഈ ലോകം അറിയപ്പെടുന്ന ആരും ആയില്ലെങ്കിലും നമ്മുടെ ചുറ്റും, നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ കൂട്ടായ്മകൾ ഒക്കെ നമ്മളും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്ക് അറിയിക്കത്തക്കവണ്ണം എനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്, അല്ലെ? എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട്. ഈശ്വരൻ അല്ലെ ദൈവവും നമ്മളെ ഈ ലോകത്താക്കിയതിന് ഒരു പർപ്പസ് ഉണ്ട്. എന്റെ പർപ്പസ് ഞാൻ ചെയ്തിട്ടുണ്ടോ? മേ ബി നമ്മുടെ ഫാമിലിയിലായിരിക്കും ആസ് എ ഫാദർ, ആസ് എ മദർ, ഒരു സിസ്റ്റർ, ഒരു ബ്രദർ, ഒരു മകൾ അല്ലെ മകൻ എന്ന നിലയിലൊക്കെ എന്റെ ഒരു പർപ്പസ് എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമുക്ക് ചിന്തിക്കാം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. പവർ ഓഫ് വേർഡ്. വാക്കുകളുടെ ഒരു ശക്തിയുണ്ട്. ഒരു മനോഹരമായ ഒരു പ്രഭാതം. ആ പ്രഭാതത്തില് ഇങ്ങനെ ഒരു പാർക്കില് ഒരു അന്ധനായ ഒരു വ്യക്തി അവിടെ ഇരിക്കുകയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ നടന്നു പോകുന്നു. പുള്ളി ഇങ്ങനെ യാചിക്കുന്നുണ്ട്, പക്ഷെ ആരും ഒന്നും ഇട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ ഒരു പെൺകുട്ടി ഇങ്ങനെ പതുക്കെ നടന്ന് അങ്ങോട്ട് പോയപ്പോ തിരിഞ്ഞപ്പോ ഒരു വ്യക്തി ഇരുന്ന് യാചിക്കുന്നു. അയാളുടെ പാത്രത്തിൽ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഈ കുട്ടിയുടെ പൈസയൊന്നുമില്ല, ഒരു കൊച്ചുകുട്ടിയാണ്. അപ്പൊ അവിടെ ഒരു ബോർഡുണ്ട്. ആ ബോർഡ് നോക്കിയപ്പം അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നു, ഐ എം എ ബ്ലൈൻഡ്, പ്ലീസ് ഹെൽപ്പ് മീ. ഐ എം എ ബ്ലൈൻഡ്, പ്ലീസ് ഹെൽപ്പ് മീ. ഇത് കണ്ടപ്പം
ആ പെൺകുട്ടിയുടെ കയ്യിലൊന്നുമില്ല. എങ്ങനെ ഈ വ്യക്തിയെ ഞാൻ സഹായിക്കും? അപ്പൊ ആ കുട്ടി തിരിച്ചു വന്ന് ഒരു പേന എടുത്തിട്ട് ആ ബോർഡ് ഇങ്ങനെ പൊക്കി പിടിച്ചപ്പോ ആ അന്ധനായ വ്യക്തിക്ക് എന്തോ എന്റെ അടുത്തായി വന്നതിന് ഫീൽ ചെയ്ത് ഇങ്ങനെ തപ്പിയപ്പോ ഒരു ഷൂ, ഒരു കുട്ടിയുടെ കാലെ കണ്ട, ആ കാലെ ഇങ്ങനെ തൊട്ടു. അപ്പൊ ആ കുട്ടി അതിൻ്റെ അകത്ത് എന്തോ കുറിച്ചു വെച്ച് ആ ബോർഡിന്റെ അകത്ത്, എന്നിട്ട് തിരിച്ചു പോയി. കുറെ നേരം കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ കാശിടുന്നു, ഇങ്ങനെ ഇട്ടോണ്ടേ ഇരിക്കുന്നു. അപ്പൊ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ആ കുട്ടി എന്തോ ഇവിടെ സംഭവിച്ചു, ഇതിനു മുമ്പൊന്നും ആ കൊച്ചു വന്ന് എന്തോ എന്റെ ബോർഡ് എടുത്ത് എന്തോ ചെയ്തപ്പോഴാണ് ഇത് സംഭവിച്ചതെന്നുള്ള ഒരു ഫീലിംഗ്. കുറച്ചു കഴിഞ്ഞ് ആ കുട്ടി തിരിച്ചു വന്നപ്പോൾ അതിനെ തപ്പി നോക്കി ആ കുട്ടിയുടെ കാല്. അപ്പൊ മനസ്സിലായി ഈ കുട്ടിയാണ് നേരത്തെ ഇവിടെ വന്നത്. അപ്പൊ ആ കുട്ടിയോട് ചോദിച്ചു, വാട്ട് ഡിഡ് യു റൈറ്റ് ദയർ? എന്താണ് നീ അവിടെ എഴുതിയത്? ആ കുട്ടി അപ്പം പറഞ്ഞു, സെയിം തിങ് ബട്ട് ഇറ്റ് ഡിഫറെന്റ് വേർഡ്. സെയിം തിങ് ബട്ട് ഇറ്റ്സ് ഡിഫറെന്റ് വേർഡ്. അപ്പം ഞാൻ ഒന്നും പ്രത്യേകിച്ചൊന്നും എഴുതിയില്ല. നിങ്ങൾ അന്ധനാണ്, അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തി, അത്രയേ ഉള്ളൂ. എന്താണ് ആ കുട്ടി എഴുതാൻ? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ ബട്ട് ഐ ക്യാൻ സീ ഇറ്റ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ ബട്ട് ഐ ക്യാൻ സീ ഇറ്റ്. ഇത് മനോഹരമായ ഒരു ദിവസമാണ്, പക്ഷെ എനിക്ക് കാണാൻ കഴിയില്ല. അല്ലെ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇത്ര മനോഹരമായ ഒരു പ്രഭാതവും ഇത്ര മനോഹരമായ ദിവസവും നിങ്ങൾക്കെല്ലാം കാണാൻ കഴിയുക, നിങ്ങൾക്കൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് ഐ ക്യാൻ, എനിക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ആ ഒരു ചെറിയ ഒരു വേർഡാണ്, അതാണ് ഞാൻ പറഞ്ഞ പവർ ഓഫ് വേർഡ്. ആ ചെറിയ ഒരു വാക്കുകളുടെ മാറ്റമാണ് ഒരാളുടെ ജീവിതത്തിൽ വെളിച്ചം കൊടുത്തത്. അല്ലെ? ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. അതിന് ചെറിയൊരു വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിക്കുകയാണോ ചെയ്തത്? നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് ശാന്തതയാണോ നമ്മൾ കൊടുത്തത്? അല്ലെ? ഇതെല്ലാം ഒരു മനസ്സിന്റെയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള പല നെഗറ്റീവുകളും കാര്യങ്ങളും ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു പോസിറ്റീവ്, എല്ലാവരിലും പോസിറ്റീവ് എനർജി ഉണ്ട്, പലപ്പോഴും നമുക്ക് കാണാതെ പോകുന്നത്. അല്ലെ? അതാ ഞാൻ പറഞ്ഞത്, വലിയ കാര്യങ്ങളൊന്നും ലോകത്ത് നമുക്ക് ചെയ്യണ്ട. നമ്മളിൽ തന്നെ മാറ്റേണ്ടതായ കാര്യങ്ങളും നമ്മുടെ മനസ്സിന് ശക്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വളരെ സന്തോഷം അനുഭവിക്കാനായിട്ട് പറ്റും. ഈ സന്തോഷം എന്ന് പറയുന്നത് തന്നെ ആരും കൊണ്ടുതരില്ല, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് തന്നെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം മനോഹരമാക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ മൂന്ന് കഥകളിൽ കൂടി തന്നെ നമുക്ക് ഇന്ന് ചിന്തിക്കാം, ഈ കഥകള് എന്നോട് എവിടേക്കെയാണ് സംസാരിക്കുന്നത്, എന്റെ ജീവിതത്തിൽ എവിടേക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് നമുക്കിന്ന് ശാന്തമായി ചിന്തിക്കാം. ഈ ഇവിടെ ഇന്ന് നമ്മൾ തകർന്നിട്ടില്ല, നമ്മൾ അവസാനിച്ചിട്ടില്ല. നമ്മളുടെ മനസ്സ് എപ്പോഴും പോരാട്ടത്തിലാണ്. ഈ ഓരോ കഥകളും നമ്മളെ പഠിപ്പിക്കുന്ന കുറെ പാഠങ്ങളുണ്ട്. നമ്മളും എഴുതപ്പെടേണ്ട ഒരു കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പലരുടെയും ജീവിതത്തിൽ പല കാര്യങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്, ഫേമസ് ആയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഒരു ചെറിയ സമൂഹത്തിലും നമ്മളും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എഴുതപ്പെടണമെങ്കിൽ നമ്മളും ഈ കഥകൾ നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് അതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ, മനസ്സിന്റെ ശക്തി ആർജിച്ചാൽ, പരിമിതികളെല്ലാം മാറ്റി നമ്മുടെ ബലഹീനതകളെ മാറ്റി മനസ്സിന് ശക്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിൽ എത്തിച്ചേരാനായിട്ട് നമുക്കും സാധിക്കും. അതിന് നമുക്കും പ്രവർത്തിക്കാം, നമുക്ക് മുന്നോട്ട് പോകാം. അതുപോലെ ഈ മോർണിംഗ് സർക്കിള് നമ്മൾ തന്നെ, ഞാൻ ആദ്യമേ പറഞ്ഞതിന്റെ കൂട്ട്, നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല നമ്മൾ ഇങ്ങനെ ഒരു സർക്കിളിൽ വന്ന് ഒരു ചോക്ക് ചെയ്യുന്നോ ട്രെയിനേഴ്സ് സ്റ്റോക്ക് ചെയ്യുന്നോ, നമ്മളൊരു കുഞ്ഞു പിള്ളേരും ഒന്നുമല്ല. പക്ഷെ പലരും ഈ ഇരിക്കുന്ന എല്ലാവരും പല രീതിയിലുള്ള തിരക്കുകളും കാര്യങ്ങളും എല്ലാം ഉള്ളവരാണ്. പ്രത്യേകിച്ച് രാവിലെ, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന അമ്മമാരോ വൈഫ്സോ ഹസ്ബൻഡ് എല്ലാവരും വളരെ തിരക്കാണ്. എങ്കിലും രാവിലെ കുഞ്ഞുങ്ങളെ പോകണം, അവരെ വിടണം, ഇതെല്ലാം കൊണ്ടും നമ്മൾ ഇത്രയും സമയം ഇവിടെ ഇരിക്കും നമ്മുടെ ജീവിതത്തിൽ വളരണം എന്നുള്ള ഒരു മനസ്സിന്റെ ശക്തിയാണ്, അല്ലെ? പലപ്പോഴും നമുക്ക് താമസിച്ച് എഴുന്നേറ്റൊക്കെ മതിയായിരിക്കും, പക്ഷെ ആ മനസ്സിന്റെ ഒരു ശക്തിയാണ് നമ്മളെ ഈ 5 മണിക്ക് അല്ലെ 5:30 എഴുന്നേപ്പിച്ച് ഈ ഒരു ഗ്രൂപ്പിൽ വരുവാനും നമുക്ക് ഒരു അവസരം വരുമ്പോൾ നമുക്കും സംസാരിക്കാനും അതിന് പ്രിപ്പയർ ചെയ്യാനും എല്ലാം സാധിക്കാൻ നമ്മുടെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്, നമ്മളുടെ ഉള്ളിൽ ഒരു കഴിവുകളുണ്ട്. അത് നമുക്ക് നേരത്തെ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അതിന് ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.
ഹലോ ഹലോ സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ആണോ ഗുഡ് ഗുഡ് നല്ലൊരു ഈവനിങ്. നല്ലൊരു ടോപ്പിക്. അത് നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. സർ പറഞ്ഞ പല കാര്യങ്ങളും സത്യമാണ്. ഒരു ചെയ്ത് കഴിയുമ്പോഴേ അറിയുള്ളൂ നമ്മളെ കൊണ്ട് അത് സാധിക്കുമെന്നുള്ളത്. തുടങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടാണല്ലേ. അതെ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. എന്തായാലും രാവിലെ തന്നെ നല്ലൊരു മോട്ടിവേഷൻ തന്നതിന് താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. നല്ല പവർ പാക്ഡ് സെഷൻ രാവിലെ തന്നെ കിട്ടി. പിന്നെ താങ്ക് യു. നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്റ്റാർട്ടിങ് ട്രബിളാണ് പ്രശ്നം. ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കുക എന്നുള്ളതാണ് പ്രശ്നമല്ലേ. അത് ചെയ്യാൻ അതെ. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഈസി ആയിട്ട് വരും. അതുപോലെ പല കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. താങ്ക് യു സർ. നല്ലൊരു സെഷൻ ആയിരുന്നു, നല്ല മോട്ടിവേഷൻ ആയിരുന്നു. പ്രത്യേകം പറയണം, ഇന്ന് സാറിന് നല്ല എനർജിയും ഉണ്ടായിരുന്നു. സാധാരണ വളരെ ശാന്തമായിട്ടാണ് ക്ലാസ് എടുക്കാറ്. താങ്ക് യു. താങ്ക് യു. സാറിന്റെ ടൈം എത്രയായി ഇപ്പോൾ അവിടെ? ഇവിടെ ടൈം വന്നിട്ട് 5 മണി. അല്ല 5:41 അല്ലേ? അതെ നമ്മുടെ രണ്ടും ടൈം ഒന്ന് വന്നു. അതെയോ, സെയിം ആണ്. PCT അല്ലേ, പസഫിക് അല്ലേ? അതെ. ആർക്കൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് ഭയങ്കര കോമള വലിയ ചിരിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ. ഓക്കെ. എല്ലാവരും ഫീഡ്ബാക്കുകളൊക്കെ ഗ്രൂപ്പിലും കൂടെ എല്ലാവരും ഫീഡ്ബാക്കുകൾ അയക്കുക. താങ്ക് യു സോ മച്ച്.